ഐമുറി ഗവൺമെന്റ് യു പി സ്കൂൾ ലയത്തരംഗം 2K26 എന്ന പേരിൽ 77ാമത് വാർഷികാഘോഷവും അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ലയത്തരംഗം 2K26 എന്ന പേരിലാണ് ഐമുറി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഈ വർഷത്തെ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ 77ാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 60 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ക്ലാസ് മുറികളുടെ സമർപ്പണവും നടന്നു. MLA എൽദോസ് കുന്നപ്പള്ളി ആഘോഷ പരിപാടികളും പുതിയ ക്ലാസ് മുറികളും ഉദ്ഘാടനം ചെയ്തു. ചില വിദ്യാലയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ ക്ലാസ് മുറികളെല്ലാം മോശമായിരിക്കും. ചില ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും മുറികളിൽ പോലും വലിയ തോതിൽ ആ മുറി മോശപ്പെട്ട് കിടക്കുന്നതും അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുന്നതും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വിദ്യാലയം അങ്ങനെയല്ല. ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപകനും അധ്യാപികമാരും അനധ്യാപകരും പ്രത്യേകിച്ച് PTA ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഒരു മനോഹരമായ ഇടമായി ഈ വിദ്യാലയത്തെ മാറ്റിയിരിക്കുകയാണ്. കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിജി ശെൽവരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അരവിന്ദ്, പെരുമ്പാവൂർ AEO OK ബിജിമോൾ, SRG കൺവീനർ PM ബിന്ദു, ഹെഡ് മാസ്റ്റർ PR ബിജു, PTA പ്രസിഡന്റ് KK രാജീവ്, കൺവീനർ MA സന്തോഷ്, SMC ചെയർപേഴ്സൺ ആര്യ ചന്ദ്രൻ, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ ചാക്കോ, സ്റ്റാഫ് സെക്രട്ടറി സോഫി ഡലീഷ്യ, അധ്യാപക പ്രതിനിധി VK ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാവിരുന്നുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.